ഓക്കെ, നമ്മൾ ഇന്ന് കൃഷി സംബന്ധമായ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് കൃഷി വകുപ്പിൽ നിന്നും കൃഷി അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ശ്രീമതി വീണ റാണിയാണ്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ്. അപ്പൊ ഞാനും വീണ റാണിയും കാസർഗോഡ് ഒന്നിച്ച് കുറച്ചു കാലം ജോലി ചെയ്ത ഒരു പരിചയം, പിന്നീട് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലുള്ള പരിചയത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ റാണിയായിട്ട് ബന്ധപ്പെടുകയും അവര് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് സമ്മതിക്കുകയും ചെയ്തത്. അവര് ധാരാളം കൃഷി സംബന്ധമായ ക്ലാസുകൾ എടുത്ത് വളരെയധികം പരിചയമുള്ള ഓഫീസറാണ്. അതുപോലെ തന്നെ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ ഇങ്ങനെ കൃഷി സംബന്ധമായുള്ള കുറെ ലേഖനങ്ങൾ എഴുതുന്നതും, അതുപോലെ തന്നെ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലുണ്ട്. നമുക്കും കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ കൂടുതൽ വീണ റാണി നമ്മളോട് സംസാരിക്കും. അപ്പൊ ആ യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ ക്ലാസ്സിലേക്ക് ശ്രീമതി വീണ റാണിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. വീണ റാണി. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് വീണ റാണി എന്നാണ്. കൃഷി വകുപ്പിലായിരുന്നു 34 വർഷത്തോളം സർവീസ്. അഡീഷണൽ ഡയറക്ടറായിട്ട് 2023 മെയിൽ റിട്ടയർ ചെയ്തു. സാറ് രാധാകൃഷ്ണൻ സാറും ഞാനും കുറച്ച് നാൾ സാറ് ഡെപ്യൂട്ടി ഡയറക്ടറായി വന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സാറായിരുന്നു. രാധാകൃഷ്ണൻ സാറ് പറഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോകും. അപ്പൊ നമുക്ക് പച്ചക്കറി കൃഷി, അടുക്കളത്തോട്ടമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് കൈകാര്യം ചെയ്യാനാണ് രാധാകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു കൃഷിയിൽ ഇറങ്ങുമ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ മണ്ണിനെ പറ്റി തന്നെയാണ്. നമ്മുടെ മണ്ണ് ഏത് രീതിയിലുള്ളതാണ്, നമ്മുടെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായതാണ്, മണ്ണിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകാനും മാത്രം പ്രാപ്തിയുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരുന്നാൽ പിന്നീട് നമുക്ക് മുന്നോട്ടുള്ള കൃഷി വളരെ എളുപ്പത്തിലായിരിക്കും. അല്ലാതെ നമ്മൾ ജൈവ കൃഷി എന്നൊക്കെ മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഒരു ക്ലീശയായിട്ട് ഉപയോഗിക്കേണ്ട പദമല്ല അത്. നമ്മുടെ മണ്ണിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമ്മളത് ജൈവ കൃഷിയാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മണ്ണൊരുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മണ്ണാണ് വിളകളുടെ ഒക്കെ തന്നെ അമ്മ. അപ്പൊ മണ്ണിലാണ് എല്ലാ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ തന്നെ സുഷുപ്താവസ്ഥ. അതോടൊപ്പം തന്നെ നമുക്ക് ഉപകാരികളായിട്ടുള്ള ഒരുപാട് സൂക്ഷ്മാണുക്കൾ മണ്ണിനകത്തുണ്ട്. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകള് മണ്ണ് കാല് വെക്കുന്നതിന് മുന്നേ ഇനിയിപ്പോ അത് വയലാണെങ്കിലും ഏത് കൃഷിസ്ഥലത്താണെങ്കിലും അവർ കൈതൊട്ട് വന്നിക്കുന്ന ഒരു പരിപാടി പണ്ടേ ഉണ്ടായിരുന്നു. അത് ഈ ഇത്രയും കോടാനുകോടി സൂക്ഷ്മാണുക്കൾ മണ്ണിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം മണ്ണിൽ സൂക്ഷ്മാണുക്കൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മണ്ണ് ജീവനുള്ളതായിരിക്കും. അപ്പോൾ ആ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് മണ്ണിന്റെ ബേസ് ആയിട്ടുള്ള, അതായത് മണ്ണ് പരിശോധന നടത്തി കൃഷി ഇറക്കുകയാണെങ്കിൽ മണ്ണിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മണ്ണ് പരിശോധന നടത്തുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ വീട്ടുമുറ്റത്തെ ഒരു 5 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നതാണെങ്കിൽ പോലും ആ മണ്ണിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് മനസ്സിലാക്കിയിട്ടാണ് കൃഷി ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് വലിയ തെറ്റ് പറ്റില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് വന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ പറയുന്ന പോലെ തന്നെയാണ് കൃഷിയിൽ വരുമ്പോൾ മണ്ണ് പരിശോധിക്കുക എന്നുള്ളത്. അപ്പൊ മണ്ണ് പരിശോധന നടത്തുമ്പോൾ നമ്മളെ ഒരു പറമ്പിലുള്ള ഒരു മണ്ണാണ് പരിശോധിക്കുന്നതെങ്കിൽ 25 സെന്റിമീറ്റർ ആഴത്തിലുള്ള മണ്ണ് ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിനുശേഷം ആ വീയുടെ സൈഡിലെ കൂടി തന്നെ 2 ഇഞ്ച് കനത്തിൽ മുകളിൽ തൊട്ട് താഴെ വരെയുള്ള മണ്ണ് എടുത്തതിന് ശേഷം ആ മണ്ണ് പല ഭാഗത്തുനിന്നുള്ള മണ്ണ് കളക്ട് ചെയ്തിട്ടാണ് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കേണ്ടത്. അതിപ്പം ഏത് ജില്ലയിലും മണ്ണ് പരിശോധന ലാബുകളുണ്ട്. ജില്ലാ മണ്ണ് പരിശോധന ലാബിൽ നമ്മൾ ഈ മണ്ണ് എത്തിച്ചു കഴിഞ്ഞാൽ, ഒരു 1/2 കിലോഗ്രാം മണ്ണ് നമ്മൾ മണ്ണ് സാമ്പിൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ അതൊരു കൃഷി ഓഫീസറുടെ ഒരു ലെറ്റർ, നമ്മുടെ പഞ്ചായത്തിലെ കൃഷി ഓഫീസറുടെ ലെറ്ററും കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ പരിശോധന സൗജന്യമായി തന്നെ കിട്ടും.
പിന്നെ അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ, അതായത് മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള പരിശോധിക്കുന്നതിനുള്ള, അതേപോലെ തന്നെ സോയിൽ ഹെൽത്ത് കാർഡ് നൽകുന്നതിനുള്ള സംവിധാനവും ഇപ്പോഴുണ്ട്. അപ്പൊ അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇനി ഈ രീതിയിലുള്ള മണ്ണ് പരിശോധന നടത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാല്, നമ്മുടെ മണ്ണിന്റെ പുളിരസം എത്രയാണ്, അതേപോലെ തന്നെ മണ്ണിലുള്ള ഓർഗാനിക് കാർബൺ കണ്ടന്റ് എത്രയാണ്, അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതിന്റെയൊക്കെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ചെയ്യുന്ന കൃഷിക്ക് എന്താണ് വളം ചേർക്കേണ്ടത്, അത് എത്രത്തോളം ചേർക്കണം, അത് ഏത് വളമായിരിക്കണം ചേർക്കേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. ഇനിയിപ്പോ മണ്ണ് പരിശോധന നടത്താതെ നമ്മളിപ്പോ കൃഷി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് പണ്ട് മുതലേ ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ആദ്യം പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് നന്നായി കിളച്ച് ഇളക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിനകത്തുള്ള പല കീടങ്ങളുടെയും സുഷുപ്താവസ്ഥ നമുക്കറിയാം. ഇപ്പം കൊമ്പൻ ജെല്ലിയുടെ പുഴുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊഞ്ചു രൂപത്തിലുള്ള വെളുത്ത നിറത്തിലുള്ള പുഴുക്കൾ മണ്ണിൽ കാണാം. ചെമ്പൻ ജെല്ലിയുടെ പുഴുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൂഡോസ്റ്റം വീബിളിന്റെ പുഴുക്കൾ, അങ്ങനെ ഒരുപാട് കീടങ്ങളുടെ പുഴുക്കളും അതേപോലെ തന്നെ സുഷുപ്താവസ്ഥയിലെ പ്യൂപ്പൽസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെ വരുമ്പം അത് പലപ്പോഴും പക്ഷികൾ കൊത്തി തിന്നാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ രോഗാണുക്കൾ, രോഗം ഉണ്ടാക്കുന്ന കുമിളുകളൊക്കെ തന്നെ മണ്ണിലുണ്ടെങ്കിൽ നമ്മൾ ഈ സൂര്യപ്രകാശം മാക്സിമം അവിടെ പതിക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളെയൊക്കെ തന്നെ അതിന് നശിപ്പിക്കാൻ പറ്റും. സൂര്യപ്രകാശത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ അങ്ങനെ മണ്ണ് ഒരു 10-15 ദിവസത്തോളം ഇളക്കി ഇടുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കീടരോഗബാധ കുറക്കാൻ പറ്റും. നമ്മളെപ്പോഴും പച്ചക്കറി കൃഷിയിൽ പ്രതീക്ഷിക്കേണ്ട ഒരു വിപത്ത് എന്ന് പറയുന്നത് കീടങ്ങളും രോഗങ്ങളും തന്നെയാണ്. അവരെ കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷിരീതി ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങനെ കിളച്ച് ഇട്ടുകഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണിന്റെ പുളിരസം കളയുക എന്നുള്ളതാണ്. പാലക്കാട് ചിറ്റൂര് ഭാഗത്തൊഴിച്ച് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള മണ്ണ് പരിശോധിക്കുകയാണെങ്കിൽ മണ്ണിന്റെ പുളിരസം വളരെ കൂടുതലാണെന്ന് കാണാം. അതായത് ഏകദേശം pH 4.5-നും 5.5-നും ഇടയിലൊക്കെ ആയിരിക്കും മണ്ണിന്റെ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവുകോലാണ്. അതായത് നമ്മളുടെ മണ്ണിന്റെ പുളിരസം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. നോർമൽ pH എന്ന് പറയുന്നത് 7 7-ൽ താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിനെ അസിഡിക് അല്ലെങ്കിൽ പുളിരസമുള്ള മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മണ്ണായതുകൊണ്ട് തന്നെ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളുടെയും ഒക്കെ തന്നെ പോപ്പുലേഷൻ അങ്ങനെയുള്ള മണ്ണിൽ കൂടുതലായിരിക്കും. കാരണം ഈ പുളിരസമുള്ള മണ്ണിൽ ഇരുമ്പിന്റെ അംശം കൂടുതലായിട്ട് കാണും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ആഹാരമാക്കാൻ പറ്റുന്ന കുമിളുകൾ അവിടെ കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ പ്രദേശത്ത് തെങ്ങിന്റെ കൂമ്പ് ചീയലും കവുങ്ങിന്റെ മഹാളിയും കുരുമുളകിന്റെ ദ്രുതവാട്ടവും ഒക്കെ കൂടുതലായിട്ട് കാണാനുള്ള ഒരു പ്രധാന കാരണം. അപ്പം ഈ സ്ഥലത്ത് പച്ചക്കറി നട്ടാൽ പോലും പലപ്പോഴും ഈ നമ്മുടെ ചെടിയുടെ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ നട്ടു വരുമ്പോഴത്തേക്കും അഴുകൽ രോഗം കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ചീര, പയറ് തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളിലൊക്കെ തന്നെ കാണുന്ന അഴുകൽ രോഗത്തിന് ഒരു പ്രധാന കാരണം മണ്ണിന്റെ പുളിരസം കൂടുകയും, പുളിരസം കൂടുമ്പോൾ മണ്ണിലുള്ള പിത്തിയം, ഫൈറ്റോഫ്തോറ തുടങ്ങിയ കുമിളുകളുടെ അളവ് കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മള് മണ്ണ് നന്നായി കളിച്ചതിന് ശേഷം ആദ്യത്തെ ഉഴവുചാലിനോടൊപ്പം തന്നെ 1 സെന്റിലേക്ക് 3 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കണം. ആ പൊടിഞ്ഞ കുമ്മായം ചേർക്കുമ്പോൾ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. മണ്ണിൽ ഈർപ്പം, അതായത് നമ്മളൊരു പുട്ടിന്റെ നനവുള്ള മണ്ണിലായിരിക്കണം കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടത്. കുമ്മായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കുമ്മായ വസ്തുക്കൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് സാധാരണഗതിയിൽ കുമ്മായം, ഡോളമൈറ്റ്, പച്ചക്കക്ക തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മൾ കുമ്മായ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമ്മളെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യമാണ് എന്ന് പറയുന്നത് പൊടിഞ്ഞ കുമ്മായം തന്നെയാണ്. അപ്പോൾ പൊടിഞ്ഞ കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിന്റെ ആക്ഷൻ നടക്കും. അതേപോലെ തന്നെ ഇന്റൻസീവ് ആയിരിക്കും ആക്ഷൻ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വേറെ വളങ്ങളോ ജൈവവളങ്ങളോ രാസവളങ്ങളോ ഒന്നും ചേർക്കരുത്. 1 സെന്റിലേക്ക് 3 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം. അത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുമ്മായ വസ്തുക്കൾ ചേർക്കുന്ന സമയത്ത് മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം. ഈർപ്പം എന്ന് പറഞ്ഞാൽ ഈർപ്പം ഇല്ലാതെ ഉണങ്ങിയ മണ്ണിൽ കൊണ്ടുപോയി കുമ്മായ വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിന്റെ പുളിരസം പൂർണ്ണമായും മാറണമെന്നില്ല.
അതുപോലെ തന്നെ പിന്നീടും നമുക്ക് അവിടെ ഒരു ഈർപ്പത്തിന്റെ അംശം കൊടുക്കുകയാണെങ്കിൽ മണ്ണിന്റെ പുളിരസം നമുക്ക് പരമാവധി അവിടെ നിന്ന് കളയാൻ പറ്റും. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ആണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കണം. അതായത് ഒരു ഗ്രോ ബാഗിലേക്ക് 4 കിലോഗ്രാം മണ്ണാണ് നമ്മൾ ചേർക്കേണ്ടത്. ആ 4 കിലോഗ്രാം മണ്ണിലേക്ക് 70 മുതൽ ഒരു 100 ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം. അപ്പൊ ഒരു പുട്ടിന്റെ നനവില് മണ്ണിൽ പൊടിഞ്ഞ കുമ്മായം മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 15 ദിവസം നമ്മളത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഗ്രോ ബാഗിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതാണ് കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കുമ്മായ വസ്തുക്കൾ ചേർത്ത് 15 ദിവസത്തിന് ശേഷം നമുക്ക് പൊടിഞ്ഞ ജൈവവളം ചേർക്കാം. പൊടിഞ്ഞ ജൈവവളം എന്ന് എടുത്തു പറയാൻ കാരണം പച്ചക്കറി തൈകളാണ് പലപ്പോഴും നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പച്ചക്കറി തൈകൾ വളരെ ടെൻഡർ ആയിട്ടുള്ള റൂട്ട്സ് ആണ്. അപ്പൊ ഒരുപാട് ഡൈജസ്റ്റ് ആവാത്ത കമ്പോസ്റ്റ് കൊണ്ടുപോയി നമ്മൾ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ പലപ്പോഴും പച്ചക്കറികൾ മഞ്ഞളിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം പൊടിഞ്ഞ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നമുക്ക് കാലിവളം ഉപയോഗിക്കാം, കമ്പോസ്റ്റ്, പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം, പൊടിഞ്ഞ കോഴിക്കാഷ്ടം തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ മത്സ്യവളം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് 2 or 3 തരത്തിൽപ്പെട്ട ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ ശാസ്ത്രീയമായ കണക്ക് പ്രകാരം 1 സെന്റിലേക്ക് 100 കിലോഗ്രാം ജൈവവളം എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക്. ആ 100 കിലോഗ്രാം ജൈവവളം മുഴുവനും ഇതുപോലുള്ള കമ്പോസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല. അതിൽ നമുക്ക് ശീമക്കൊന്ന ഇല പോലുള്ള വളരെ പെട്ടെന്ന് അഴുകുന്ന പച്ചില വളങ്ങളും കൂടി ഉപയോഗിക്കാം. ശീമക്കൊന്ന എടുത്തു പറയാൻ കാരണം ശീമക്കൊന്ന നമ്മളെ നാട്ടിൽ വളരെയധികം കാണുന്ന ഒരു ചെടിയാണ്. അതിന് വളരെ പെട്ടെന്ന് വളരുന്നതാണ്. പയറ് വർഗത്തിൽപ്പെട്ട ഒരു ദീർഘകാല വിളയാണ്. അപ്പൊ ഈ ശീമക്കൊന്നയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജന് മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഇതിന്റെ റൂട്ട് നോഡ്യൂൾസിനുണ്ട്. അതുകൂടാതെ ഇതിന്റെ വേരുപടലം വളരെ ഡീപ്പായിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഇതിന്റെ ഇലകളിൽ ധാരാളമായിട്ട് നൈട്രജൻ മാത്രമല്ല ഒരുപാട് മൂലകങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് അഴുകുന്ന ഒരു പച്ചിലവള ചെടിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽക്കലിൻ, ടർപ്പിനോൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണിലുള്ള ഒരുപാട് രോഗം ഉണ്ടാക്കുന്ന കീടങ്ങളെ റിപ്പൽ ചെയ്യാൻ, അതായത് അവരെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനുള്ള ഒരു കഴിവ് ശീമക്കൊന്ന ഇലകൾക്കുണ്ട്. അപ്പൊ ഇത് നമ്മളിവിടെ നമ്മളുടെ പച്ചക്കറിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നമുക്ക് ശീമക്കൊന്ന ഇല കൊത്തി നമ്മളുടെ ചെടി പച്ചക്കറിക്ക് ഇട്ട് കഴിഞ്ഞാൽ കീടബാധ വളരെയധികം കുറക്കാനും പറ്റും. അപ്പൊ കൃഷിച്ചെലവ് കുറക്കാൻ മാത്രമല്ല കീടരോഗ ബാധയെ പ്രതിരോധിക്കാനും ശീമക്കൊന്ന ഇല ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. അപ്പൊ നമ്മള് മണ്ണൊരുക്കുന്ന സമയത്ത് ചെലവ് കുറക്കുന്ന മാർഗങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃഷിച്ചെലവ് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തൊട്ട് അവലംബിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കൃഷിയെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോസ്ഫറസ് വളങ്ങൾ. നമ്മുടെ മണ്ണില് ധാരാളമായിട്ട് ഫോസ്ഫറസ് ഉണ്ട്. അയേൺ, അലൂമിനിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സംയുക്തങ്ങളുടെ രൂപത്തിലാണ് ഇത് കാണുക. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടികളുടെ വേരുകൾക്ക് ഫോസ്ഫറസ് വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. അത്ര ലേ രൂപത്തിലുള്ള ഫോസ്ഫറസ് അല്ല നമ്മുടെ മണ്ണിലുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണൊരുക്കുന്ന നമ്മൾ ജൈവവളങ്ങൾ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർക്കേണ്ട ഒരു വളമാണ് ഫോസ്ഫറസ് വളങ്ങൾ. അതിൽ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞതും നമ്മുടെ ജൈവ കൃഷിയിൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് രാജ്ഫോസ്. രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ടാണ് അതിന് രാജ്ഫോസ് എന്നുള്ള പേര് വന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു ഗ്രോ ബാഗിലേക്ക് 70 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം. അത് ജൈവവളങ്ങളോടൊപ്പം തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉമിച്ചാരം. ഇത് നമുക്ക് തുടക്കം തൊട്ട് നമ്മുടെ പച്ചക്കറിയിൽ ചേർത്ത് കൊടുത്താലുള്ള ഗുണം ഉമിക്കകത്ത് ഒരുപാട് സിലിക്കയും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പം സിലിക്ക എന്ന് പറയുന്ന സംഗതി പച്ചക്കറികൾക്കൊക്കെ ചെറിയ അളവിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ കീടബാധയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മളെ ചെടികൾക്ക് ലഭ്യമാക്കാൻ ഇതുവഴി സാധിക്കും. ഈ രീതിയിൽ മണ്ണ് ഒരുക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മളുടെ മണ്ണറിയാം എന്നുള്ളൊരു ഘടകമാണ് അവിടെ കഴിഞ്ഞത്. കാരണം മണ്ണിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെ മണ്ണില്
ഇപ്പൊ നമ്മൾ മണ്ണ് പരിശോധന നടത്തി കഴിഞ്ഞാൽ 2 വർഷം മണ്ണ് പരിശോധന ലാബിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ പരിശോധിച്ച മണ്ണ് സാമ്പിളിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കുറവ് എന്ന് പറയുന്നത് പലപ്പോഴും ഓർഗാനിക് മാറ്റർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മണ്ണിന്റെ പുളിരസം വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം രാസമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ അളവ്, നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ പൊട്ടാസ്യത്തിന്റെ ചിലപ്പോൾ 1/8 പോലും നമ്മുടെ മണ്ണിൽ ഇല്ല എന്നുള്ളതാണ്. പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ സിങ്കും ബോറോണും, ഇത് 2 മൈക്രോ ന്യൂട്രിയൻസ് ആണ്. എന്നിരുന്നാൽ പോലും ഇതും വളരെ കുറവായിട്ടുള്ള അളവിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇത് പലപ്പോഴായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന ഉൽപാദനക്കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പം മണ്ണിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ വേണം കൃഷിയിലേക്ക് ഇറങ്ങാൻ. പച്ചക്കറി കൃഷിയിൽ നമ്മൾ വിചാരിക്കും ചെടിയുടെ വെയിറ്റ്, ഇപ്പൊ വെള്ളരി ചെടിയുടെ മൊത്തം വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എത്രയോ മടങ്ങാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെള്ളരിക്കയുടെ അളവ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. തൂക്കി നോക്കിക്കഴിഞ്ഞാൽ വെള്ളരി ചെടിയുടെ ഏകദേശം ഒരു 10-20 മടങ്ങ് തൂക്കത്തിലാണ് നമുക്ക് വെള്ളരിക്ക കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിന് വേണമെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും വെള്ളരിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വിത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവാണ്. വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തേക്ക് അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഓരോ സീസണിന് അനുയോജ്യമായിട്ടുള്ള വിത്ത്. ഇപ്പൊ നമുക്ക് ഇപ്പം ലോല എന്ന് പറയുന്ന പയർ നല്ല വെളുത്ത നിറത്തിലുള്ള പയറാണ്. അതിന്റെ ചുണ്ട് മാത്രമാണ് ചുവന്ന നിറത്തിലുണ്ടാവുക. വേനൽക്കാലത്തേക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ലോല. അതുപോലെ തന്നെയാണ് ജ്യോതിക, ഗീതിക തുടങ്ങിയിട്ടുള്ള പയറിനങ്ങൾ. അതേസമയം വൈജയന്തി എന്ന് പറയുന്ന പയറിന് വെള്ളത്തിന്റെ ആവശ്യകത കുറച്ച് കൂടുതലാണ്. അത് ഈ സമയത്ത് കൃഷി ചെയ്യാം, വളരെ നന്നായിട്ട് വരും. പക്ഷെ മഴക്കാലത്ത് കൃഷി ചെയ്താൽ ഏകദേശം 1 മാസത്തോളം ഉൽപാദനം കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ചീരവിത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃഷ്ണശ്രീ, രേണുശ്രീ തുടങ്ങിയിട്ടുള്ള ഇനങ്ങളുണ്ട്. അത് നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ അമര പോലുള്ള ഇനങ്ങൾ, പയറിനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ, ചതുരപ്പയറൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ഡേയ്സ്, അതായത് പകൽ ദൈർഘ്യം കുറഞ്ഞ സമയത്താണ് അത് പൂവിടുക. അപ്പൊ നമ്മൾ അതുകൊണ്ട് ജനുവരിയിൽ നട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പൂക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ സമയം പിടിക്കും. കാരണം ആ സമയത്താണ് പകൽ ദൈർഘ്യം കുറഞ്ഞു വരുന്നത്. അപ്പം വിത്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കാലാവസ്ഥക്കും അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക. ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. ഹൈബ്രിഡ് ഇനങ്ങൾ തിരഞ്ഞെടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം വളരെ കൂടുതലായിട്ട് കിട്ടും. പക്ഷെ ഉൽപാദനം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വളപ്രയോഗം നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പൊ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് ഓൺലൈൻ മാർക്കറ്റുകളൊക്കെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ അവൈലബിൾ ആണ്. ഇനി ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ വിത്ത് ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം നടാൻ. അത് നമ്മൾ പോട്രേക്കകത്ത് തന്നെ നടണം. അതായത് നമുക്കറിയാം 98 കുഴികളുള്ള പോട്രേ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അതിലെ ദ്വാരങ്ങൾ താഴെ, ഈ പോട്രയുടെ ഓരോ ട്രേയുടെ താഴെയും ചെറിയൊരു ദ്വാരം ഉണ്ടാവും. ഈ പോട്രയിൽ നമ്മൾ പോട്ടിംഗ് മിശ്രിതം നടക്കുന്ന സമയത്ത് അതിനകത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചകിരിച്ചോറ് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പൊടിഞ്ഞ മണിര കമ്പോസ്റ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ഇതൊക്കെ 1:1:1:1 4 ഓരോരോ അനുപാതത്തിൽ എടുത്തതിന് ശേഷം ഇതിനെ 1/4 ഭാഗം നിറക്കുക. അങ്ങനെ നമ്മൾ വിത്ത് ഹൈബ്രിഡ് ഇനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുള്ള വിത്തായതുകൊണ്ട് ഓരോ വിത്തായിട്ട് ഓരോ ട്രേക്കുള്ളിൽ വെക്കുക. അതിന്റെ മുകളിൽ ഇതേ പോട്ടിംഗ് മിശ്രിതം നേർത്തൊരു ലെയർ ആയിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോട്ടിംഗ് മിശ്രിതം നിറച്ചു കഴിഞ്ഞു. അത് നമുക്ക് റോസ് ക്യാൻ പോലുള്ള ഉപയോഗിച്ചിട്ട് വേണം ഇത് നനച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ നമുക്കൊരു ഷീറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു നല്ലൊരു അന്തരീക്ഷം, അതായത് വിത്ത് മുളക്കുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, വിത്ത് മുളച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് 19-19-19 അല്ലെങ്കിൽ 20-20-20 എന്ന് പറയുന്ന രാസവള മിശ്രിതം 1 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ, അതായത് 5 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം വളം മിക്സ് ചെയ്യുക. അത് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് പിന്നത്തെ ഒരു 5 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും
നമുക്കത് 2 ഗ്രാം ആക്കാം. അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് മാക്സിമം 2 ഗ്രാം അത്രയും ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പോട്രേന്ന് തൈകൾ പറിച്ചു നടന്ന തലേദിവസം നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്യുക. തലേദിവസം പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേരുകൾക്ക് യാതൊരു ക്ഷതവും സംഭവിക്കാതെ കിട്ടുന്നു എന്നുള്ളതാണ് പോട്രേന്ന് എടുക്കുന്ന തൈകളുടെ ഗുണം. ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ പറിച്ചു നടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൈകളുടെ വലിപ്പമല്ല നമ്മൾ തൈകൾ തമ്മിലുള്ള ഇടയകലം തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 2 വരികൾ തമ്മിൽ ഏത് പച്ചക്കറി ആണെങ്കിലും നമുക്ക് 2 അടി അകലം കൊടുത്ത് ചാലുകൾ എടുത്തിട്ട്, ഈ വേനൽക്കാലത്ത് ചാലുകൾ എടുത്ത് കൃഷി ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 2 ചെടികൾ, ഈ ചാലുകൾ തമ്മിലുള്ള അകലമാണ് 2 അടി. അതേസമയം ഈ ചാലുകളിൽ പച്ചക്കറി നടുമ്പോഴത്തേക്കും അത് തമ്മിൽ ഏകദേശം 1.5 മുതൽ 2 അടി വരെ അകലം കൊടുത്ത് വേണം നടാൻ. വളരെ അടുത്തടുത്ത് നട്ട് കഴിഞ്ഞപ്പോൾ വെണ്ട, സൽക്കീർത്തി എന്ന് പറയുന്ന വെണ്ട ഇനം നല്ല ഉൽപാദന ശേഷിയുള്ള ഒരു വെണ്ടയാണ്. പക്ഷെ അത് നടുന്ന സമയത്ത് ഏകദേശം ഒരു 70 സെന്റിമീറ്റർ വരെ അടയകലം കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ സൽക്കീർത്തി മുളച്ചു വന്ന് അതിന് ബ്രാഞ്ചസ് ഉണ്ടാവുമ്പോഴത്തേക്കും സൈഡ് ബ്രാഞ്ചസ് വരും. 2 ഭാഗത്തുനിന്നും സൈഡ് ബ്രാഞ്ചസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടികൾ തമ്മിൽ സൂര്യപ്രകാശത്തിനും ഒക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള അടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇടയകലം, ആവശ്യത്തിനുള്ള ഇടയകലം ചെടികൾ തമ്മിൽ കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിത്താണ് നമ്മൾ നേരിട്ട് നടുന്നതെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ചീര, നമ്മളെല്ലാവരും കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ചീര. നമ്മളെ വീട്ടുമുറ്റത്ത് വളരെ നന്നായിട്ട് വരുന്ന ഒരു പച്ചക്കറി കൂടിയാണ്. അപ്പൊ ചീരയില് ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു രോഗം മിക്കവാറും എവിടെ നട്ടാലും കാണുന്ന ഒരു പ്രശ്നമാണ് ചീരയിലെ ഇലപ്പുള്ളി രോഗം. അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി ചീര വിത്ത് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയയുമായി മിക്സ് ചെയ്ത് നടുന്നതാണ് നല്ലത്. അപ്പൊ ഈ ചീരവിത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 1 സ്പൂൺ ചീരവിത്തിന് 2 സ്പൂൺ സ്യൂഡോമോണാസ് എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്യുമ്പോൾ ഒരു 10 തുള്ളി പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച മോരോ ഉപയോഗിച്ച് ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ, പുരട്ടി വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചീരവിത്ത് നമുക്ക് പാകാം. അത് കഴിഞ്ഞ് നമ്മളത് മുളച്ച്, പിന്നെ അത് ഇലപ്പുള്ളി എന്ന് പറയുന്ന രോഗത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ നടപടിയാണ്. അതേസമയം ചീരവിത്ത് നട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉറുമ്പിന്റെ ശല്യം, സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് ചീരയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറുമ്പിന്റെ ശല്യം. അപ്പൊ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ഗ്രോ ബാഗിലോ പച്ചക്കറി ചട്ടിയിലോ ആണ് നമ്മൾ നടുന്നതെങ്കിൽ അതിന് 4 ഭാഗത്തും നമുക്ക് റവയോ അരിപ്പൊടിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പത്തേക്ക് പച്ചക്കറി വിത്ത് മുളച്ചു വരും. ഇനി പച്ചക്കറി തൈകൾ, ചീര വിത്ത് നമ്മൾ പറിച്ചു നടുന്ന സമയത്ത് ഇതിന്റെ വേര് സൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ച് നടുന്നതാണ് മറ്റൊരു മാർഗം. കാരണം ഇലപ്പുള്ളി എന്ന് പറയുന്ന രോഗം തുടക്കം മുതൽ നമ്മൾ പിടിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ചീരത്തൈകൾ ഏകദേശം 15 ദിവസം മുതൽ 20 ദിവസത്തിനുള്ളിൽ പറിച്ചു നടേണ്ട ഒരു ചീരയാണ്. അപ്പം ആ തൈകളുടെ വേരുകൾ സൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ച്, അതായത് ഏകദേശം 1 മണിക്കൂർ വരെ മുക്കി വെച്ച് നടുകയാണെങ്കിൽ നമുക്ക് ഇലപ്പുള്ളിയെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റും. ആ ലായനി എന്ന് പറഞ്ഞാല് 75 മില്ലി വെള്ളത്തിലേക്ക് 25 ഗ്രാം, അതായത് ഒരു 5 ടീസ്പൂൺ സൂഡോമോണാസ് എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 1 മണിക്കൂർ മതി അതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം പറിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റും. ഇതൊക്കെ ഇപ്പൊ തന്നെ പറയാൻ കാരണം, പച്ചക്കറി വിത്താണെങ്കിലും തൈകളാണെങ്കിലും ട്രീറ്റ് ചെയ്ത് നട്ടിട്ടില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രതിരോധ നടപടി നമ്മൾ തുടക്കത്തിൽ തന്നെ എടുക്കണം. ഇനി വെണ്ട വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത, വെണ്ടയ്ക്ക് ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ഉണ്ടാവും. അതായത് പറിച്ചു നടുന്നത് ഇഷ്ടമല്ലാത്ത ഒരു ചെടിയാണ് വെണ്ട. അപ്പൊ ഇൻസിറ്റ് നമ്മൾ എവിടെയാണോ, ഇനി ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ നേരിട്ട് വെണ്ട വിത്ത് നടാം, അല്ലെങ്കിൽ മണ്ണിലാണെങ്കിൽ നേരിട്ട് നടാം. വെണ്ട നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെണ്ടയുടെ വിത്തിന്റെ ആഴമാണ്. വിത്തിന്റെ വലിപ്പമാണ് വിത്താഴം. അത്രയും ആഴത്തിൽ മാത്രമേ വിത്ത് നടേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇനങ്ങൾ ഒരുപാട് ആഴത്തിൽ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുളച്ച് മുകളിലോട്ട് വരുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം വെണ്ട വിത്ത് നട്ടതിന് ശേഷം ആ അത്രയും തിക്നെസ്സിൽ മണ്ണ് അവിടെ അതിന്റെ മുകളിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ വെണ്ടയും പയറും നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്
സൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ച് 24 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ രോഗബാധ വരാനുള്ള സാധ്യത കുറയും. അപ്പൊ ആ മുക്കി വെക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കുതിർത്ത് വെക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അതായത് ഒരു 75 മില്ലി വെള്ളത്തിലേക്ക് 5 ടീസ്പൂൺ സൂഡോമോണാസ് കലക്കുക. അതിനുശേഷം വിത്ത് അതിൽ മുക്കി വെക്കുക. 24 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്കത് നടാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ വിത്തിനെ പറ്റി ശരിക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വലിയ വെള്ളരി ആവശ്യമില്ല, കുഞ്ഞു വെള്ളരി ആവശ്യമുള്ളൂ. അപ്പൊ അതിന് കണക്കായിട്ടുള്ള വിത്തുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ചില സമയത്ത് ഇപ്പൊ സൽകീർത്തി എന്ന് പറയുന്ന വേണ്ട ചില സ്ഥലങ്ങളിൽ നട്ട് കഴിഞ്ഞാൽ മൊസൈക്ക് വൈറസിന് സസെപ്റ്റിബിൾ ആവാറുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ മൊസൈക്ക് എന്ന് പറയുന്ന രോഗം, നര എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ആ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ സ്ഥലത്ത് നടുമ്പോൾ മൊസൈക്ക് ഡിസീസ് വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ സൽകീർത്തി ഉപയോഗിക്കുന്നതിന് പകരം സുസ്ഥിര എന്ന പേരുള്ള വെണ്ട വിത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള, നമ്മുടെ സ്ഥലത്ത് പ്രശ്നങ്ങളില്ലാത്ത വിത്തുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനം സലാഡ് കുക്കുംബർ ആണ്. സലാഡ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പച്ചയായിട്ട് നമുക്ക് കക്കരിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ സ്നോ വൈറ്റ് പോലുള്ള ഹൈബ്രിഡ് ഇനങ്ങളായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നാടൻ ഇനങ്ങളും ഉണ്ട്. അപ്പം ഓരോ സീസണിനും അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചേന സാധാരണ കുംഭത്തിൽ നട്ടാൽ കുടം പോലെ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ചേന. കുംഭത്തിലെ പൗർണമിയാണ് ശരിക്കും പറഞ്ഞാൽ ചേന വിത്ത് നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. അപ്പോൾ ഏകദേശം നമ്മൾ ആ സമയം കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ചേന വിത്ത് നമ്മളുടെ തെങ്ങിൻ തോട്ടത്തിൽ ഏറ്റവും നല്ല ഇടവേളയാക്കാൻ പറ്റുന്ന ഒരു ട്യൂബർ ക്രോപ്പാണ്. ഇന്നിപ്പം പണ്ടൊക്കെ നമ്മൾ 1 കിലോ വിത്തായിരുന്നു നട്ടിരുന്നതെങ്കിൽ ഇപ്പൊ ആ അവസ്ഥ മാറി. പകരം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സെൻട്രൽ പോർഷൻ വരുന്ന രീതിയിൽ ചേന കട്ട് ചെയ്യുക, നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അതില് ഒരു പീസിന് 250 ഗ്രാം, 1/4 കിലോ തൂക്കമെങ്കിലും കിട്ടുന്ന രീതിയിലായിരിക്കണം ചേന മുറിച്ചെടുക്കേണ്ടത്. ഈ ഒരു കഷ്ണം നമുക്ക് ഒരു കുഴിയിൽ നടുന്ന രീതിയിൽ നമുക്കത് മുറിച്ചെടുക്കാം. അതേസമയം ഇഞ്ചി മഞ്ഞളൊക്കെ നമുക്ക് നനച്ച് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇഞ്ചി നടാം. പക്ഷെ കഴിയുന്നതും ഒരു മഴ കിട്ടിയതിന് ശേഷം, വേനൽ മഴ കിട്ടി വിഷുവിന്റെ ആ സമയത്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിത്തിനെ കുറിച്ചും അറിയണം. നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണിനെ കുറിച്ചും അറിയണം, വിത്തിനെ കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ അടുത്തത് ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മളിപ്പോ പച്ചക്കറി മണ്ണൊരുക്കി വിത്ത് നട്ടു, അത് കഴിഞ്ഞ് വിത്ത് മുളച്ചു വരും. മുളച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്കും വിത്തുകൾ മുളക്കാൻ തുടങ്ങും. ആ മുളച്ചു വരുമ്പോ ഇപ്പൊ വെള്ളരി വർഗ്ഗ വിളകൾ നമ്മൾ നടുന്ന സമയത്ത് 2 തടങ്ങൾ തമ്മിൽ 2 മീറ്റർ ഇടയകലമാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു കുഴിയിൽ തന്നെ 5 വിത്ത് വരെ പാകാറുണ്ട്, വെള്ളരി, കുമ്പളം, മത്തൻ, ഇതൊക്കെ. അപ്പൊ നമ്മൾ അതിൽ 3 വിത്ത് മാത്രം അവിടെ നല്ല കരുത്തോടെ വളരുന്ന 3 തൈകൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള തൈകൾ പറിച്ചു മാറ്റി കഴിഞ്ഞാൽ അവിടെ ശേഷിക്കുന്ന തൈകൾ നല്ല കരുത്തോടെ വളരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചെടികൾക്കും വരുന്ന കീടബാധയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ വെള്ളരി വർഗ്ഗ വിളകളെ പറ്റി പറയുമ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് മത്തൻ വണ്ടാണ്, പംകിൻ ബീറ്റിൽ എന്ന് പറയുന്ന സംഭവം. വെള്ളരി വിത്ത് അല്ലെങ്കിൽ മത്തൻ, തണ്ണിമത്തൻ, ഇതൊക്കെ തണ്ണിമത്തനാണ് ഏറ്റവും വലിയ പ്രശ്നം മത്തൻ വണ്ട് കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇതില് വണ്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളെ അരിപ്പ പോലെ ആക്കും. പക്ഷെ ഈ വണ്ടിനേക്കാളും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇതിന്റെ പുഴുക്കളാണ്. പുഴുക്കൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുത്തി കയറി ഈ തണ്ടിനകത്തോട്ടും വേരിനകത്തോട്ടൊക്കെ കുത്തി കയറി ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മത്തൻ വണ്ട് തന്നെയാണ് വെള്ളരി വർഗ്ഗ വിളകളുടെ പ്രധാന ശത്രു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തടത്തില് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്രകുമിൾ, ബിവേറിയ ബി തുടങ്ങുന്ന ലെറ്ററാണ് ഇത്, നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം തടം നന്നായി കുതിർത്തിട്ട് വിത്ത് പാകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പം ഇതിന്റെ പുഴുക്കൾ, നമ്മളെ വിത്ത് അവിടെ നടുമ്പോ തന്നെ ഈ കീടങ്ങൾക്കുള്ള മെസ്സേജ് അവിടെ എത്തും.
അപ്പൊ കീടബാധ ഉണ്ടാവാനുള്ള സാധ്യത തുടക്കത്തിൽ, അതായത് വിത്ത് മുളച്ച് തണ്ണിമത്തൻ അല്ലെങ്കിൽ മത്തനൊക്കെ ഉണ്ടായി വരുമ്പോ തന്നെ അതിന്റെ ഇലകളിലൊക്കെ ദ്വാരങ്ങൾ ഇട്ടിട്ട് കാണാം. അത് ഈ വിത്ത് മുളക്കുമ്പോൾ കിട്ടുന്ന മെസ്സേജ് വളരെ ഫലപ്രദമായി കീടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്. അപ്പം ഏത് പിന്നെ നമുക്ക് ഇതിന്റെ എക്കോളജിക്കൽ എഞ്ചിനീയറിങ്ങും പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പച്ചക്കറി നടുന്നതിന്റെ പ്ലോട്ടിന്റെ 4 ഭാഗത്തും 2 വരി ചോളം നട്ടു കൊടുക്കാം. ചോളം നട്ടാലുള്ള ഗുണം എന്താ വെച്ചാല് അത് ആദ്യം തന്നെ ചെയ്യണം കേട്ടോ. മണ്ണൊരുക്കി വിത്ത് നടുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഈ ഇക്കോളജിക്കൽ എഞ്ചിനീയറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ചെടികൾ നട്ടു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതായത് 4 ഭാഗത്തും ചോളം നട്ടാലുള്ള ഗുണം, ചോളത്തിന്റെ ഈ ഓരോ ഇലയുടെയും ഇടയിൽ വരുന്ന സ്പേസ്, അവിടെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കീടങ്ങളുടെ എതിർപ്രാണി, ഓരോ കീടങ്ങൾക്കും നമ്മളുടെ പ്രകൃതിയിൽ തന്നെ ഒരു എതിർപ്രാണി ഉണ്ട്. അതായത് പാമ്പും കീരിയും എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എലിയും പൂച്ച എന്നൊക്കെ പറയുന്ന പോലുള്ള എതിർപ്രാണികൾ നമ്മുടെ ഈ എക്കോളജിയിലുണ്ട്. അവ എതിർപ്രാണി എന്ന് പറയുന്ന ആള് നമ്മളുടെ ഒരു മിത്രപ്രാണി എന്ന് തന്നെ പറയണം. അപ്പൊ ആ മിത്രപ്രാണികൾക്കുള്ള ആവാസ സ്ഥലമായിട്ട് ഈ ചോളത്തിന്റെ ഇലയുടെ സ്പേസ് അവിടെ വരും. അതേപോലെ തന്നെ ചോളത്തിന്റെ പൂമ്പൊടിയും ഒക്കെ തന്നെ മിത്രപ്രാണികൾക്കുള്ള ഫുഡായിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ചോളം 2 വരി അവിടെ നട്ടു കൊടുക്കുന്ന വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ മല്ലി, റാഡിഷ്, ക്യാരറ്റ് പോലുള്ള വെളുത്ത പച്ചക്കറി, ഇതൊക്കെ നമുക്ക് ഇടയിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ കീടബാധ കുറക്കാൻ പറ്റും. ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കീടബാധയും രോഗബാധയാണല്ലോ നമ്മുടെ പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ. അപ്പൊ പച്ചക്കറി നമ്മൾ നട്ട് കഴിഞ്ഞാലുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും ചെടികൾക്ക് വളരാനുള്ള വളം അവിടെ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ നമുക്കത് ജൈവവളങ്ങൾ, പൊടിഞ്ഞ ജൈവവളം മാറി മാറി ഉപയോഗിക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഈ ആഴ്ച പൊടിഞ്ഞ മത്സ്യവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നന്നായി 2 മാസമെങ്കിലും ചാക്കിൽ കെട്ടി പൊടിഞ്ഞ കോഴിക്കാഷ്ടം ഉപയോഗിക്കാം. പിന്നത്തെ ആഴ്ച വരുമ്പോഴത്തേക്ക് നമുക്ക് ആട്ടിൻ കാഷ്ടം പൊടിഞ്ഞത് ഉപയോഗിക്കാം. ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബയോഗ്യാസ് പുറത്തേക്ക് വരുന്ന ലായനി അത് നേർപ്പിച്ച് തളിച്ചു കൊടുക്കാം. പച്ചച്ചാണകം 10 ഇരട്ടി വെള്ളം കൂട്ടി നേർപ്പിച്ച് തളിച്ചു കൊടുക്കാം. അങ്ങനെ പല തരത്തിലുള്ള വളപ്രയോഗം എല്ലാ ആഴ്ചയും വേണം. ഇനിയിപ്പോ ഈ രീതിയിലുള്ള ജൈവവളങ്ങളൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും കൊടുക്കേണ്ടത് ഒരു 10 ഗ്രാം ഫാക്ടം ഫോസും ഒരു 5 ഗ്രാം പൊട്ടാഷ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം എല്ലാ ആഴ്ചയും ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ കൊടുത്തേ പറ്റൂ. പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കുന്ന സമയത്ത് ചെടിക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒന്ന് പൊട്ടാസ്യമാണ്. ആ പൊട്ടാസ്യം വളങ്ങൾ നമുക്ക് പലതരത്തിൽ കൊടുക്കാം. ഒന്നുകിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, SOP എന്ന് പേരുള്ള സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരു ചെടിയുടെ വളർച്ചക്കനുസരിച്ച് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു 4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഓർഗാനിക് ആണ്, കുറച്ച് വില കൂടിയ ഒരു വളമാണ്. അല്ലെങ്കിൽ നമ്മളെ പൊട്ടാഷ് തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതായത് എല്ലാ ആഴ്ചയും 10 ഗ്രാം പൊട്ടാഷ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മാക്സിമം 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം നമ്മുടെ മണ്ണിൽ പിടിച്ചു നിർത്താൻ, അതായത് നമ്മളെ ലാറ്ററൈറ്റ് സോയിലിന് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വളമാണ് പൊട്ടാസ്യം, മൂലകമാണ് പൊട്ടാസ്യം. അത് കൊടുക്കാൻ പറ്റുന്ന വളമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിലില്ല. ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചെടിയുടെ ഒരു പാർട്ടിലും പൊട്ടാസ്യം ഇല്ല. പക്ഷെ ഇലയിൽ ഉണ്ടാക്കിയ ഭക്ഷണം കായയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഈ ഡ്രൗട്ട്, അതായത് നമുക്കറിയാം ഈ മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയിട്ടുള്ള മാസങ്ങളിൽ നല്ല വരൾച്ചയുള്ള സമയമാണ്. അപ്പൊ ഡ്രൗട്ട് റെസിസ്റ്റൻസ് കൂട്ടണം, വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചെടികൾക്ക് ഉണ്ടാവണമെങ്കിൽ പൊട്ടാസ്യം കൊടുത്തേ പറ്റൂ. പണ്ടത്തെ ആൾക്കാർ തെങ്ങിന് ഒരു 3-4 കിലോഗ്രാം കല്ലുപ്പ് ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിലാണ് അവർ ചെയ്തിരുന്നത്. അത് ചെയ്തത് തന്നെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ ഒരു അടുത്തൊരാള് തന്നെയാണ്. അപ്പോൾ ചെടികൾക്ക് തെങ്ങിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ കിട്ടുക എന്നുള്ളത് മാത്രമല്ല,
ചെടികളുടെ ഡ്രൗട്ട് റെസിസ്റ്റൻസ്, വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം കൂടി ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിക്കാണെങ്കിലും ഡ്രൗട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനും കൂടിയിട്ടാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് ഉമിച്ചാരം മാക്സിമം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചാരം ചേർത്ത് കൊടുക്കാം. ചാരം പക്ഷെ നമ്മളിവിടെ അവൈലബിലിറ്റി ഇപ്പൊ നമുക്കൊന്നും കത്തിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ചാരത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ തക്കാളി, വഴുതിന, പച്ചമുളക് തുടങ്ങിയിട്ടുള്ള വഴുതന വർഗ്ഗ വിളകൾക്ക് ചാരം ചേർക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ചെടികൾ ഒന്നിച്ച് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആണ്. കാരണം ഇലകളിൽ പലപ്പോഴും ഇപ്പൊ പച്ചക്കറി അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഞരമ്പ് മാത്രം പച്ച നിറത്തിലും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസ് മഞ്ഞ നിറത്തിലും കാണാറുണ്ട്. അങ്ങനെ കാണുന്നെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മണ്ണിൽ മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം ഇല്ല എന്നുള്ളതാണ്. മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സെക്കൻഡറി ന്യൂട്രിയന്റ് ആണ്. സാധാരണ നമ്മൾ എപ്പോഴും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിനെ പറ്റി മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിൽ മെഗ്നീഷ്യത്തിന്റെ അളവ് വളരെ കുറവാണ്. മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇലകളിൽ പച്ചപ്പ് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ ഹരിതക ഉണ്ടാവുള്ളൂ. ഹരിതക ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ. ഇലകളിലെ പച്ചപ്പ് ഉള്ളതിനാണ് ഈ മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളമാണ് ഇത് കിട്ടാൻ ഉപയോഗിക്കേണ്ട ഒരു രാസവളം. അത് നമുക്ക് തുടക്കം തൊട്ട് എല്ലാ ഒരു 20 ദിവസം കൂടുമ്പം ഒരു 3 ഗ്രാം അല്ലെങ്കിൽ 4 ഗ്രാം അത്രേ വേണ്ടു, പക്ഷെ അത് അത്ര വേണം, അത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം. സാധാരണഗതിയിൽ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് ബോറോൺ എന്ന് പറയുന്ന മൂലകം. അതായത് പൂക്കളുടെ എണ്ണം കൂടാൻ അല്ലെങ്കിൽ സ്റ്റിഗ്മ, പെൺപൂക്കൾ റിസപ്റ്റീവ് ആവണമെങ്കിൽ ബോറോൺ എന്ന് പറയുന്ന മൂലകം അത്യാവശ്യമാണ്. ഈ ബോറോൺ എന്ന് പറയുന്ന മൂലകം നമുക്ക് കൊടുക്കാൻ പല രീതിയിൽ പറ്റും. ഇപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാന്ന് വെച്ചാല് പച്ചക്കറികളൊക്കെ കായ പൊട്ടിപ്പോവും. ഇപ്പം പഴത്തിലൊക്കെ പൊട്ടല് കാണാം, കീറല് കാണാം. അല്ലെങ്കിൽ നമ്മളെ മാങ്ങ അതിലൊക്കെ കീറലുണ്ടാവും. പിന്നെ അരക്കനട്ട്, അടക്ക താഴെന്ന് മുകളിലോട്ട് പൊട്ടുന്ന കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ മണ്ണിൽ ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ഇല്ല എന്നുള്ളത്. ഈ ബോറോണിന്റെ ഡെഫിഷ്യൻസി നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ബോറാക്സ് എന്ന് പറയുന്ന വളം. ബോറാക്സ് ശരിക്കും പറഞ്ഞാൽ ടർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമാണ്. അത് ബോറോൺ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളമാണ്. ബോറാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ബോറാക്സ് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു വളമാണ്. ഒരുപാട് ചേർക്കരുത്. നമ്മൾ കറികളിൽ ഉപ്പ് ചേർക്കുന്ന പോലെ വളരെ കുറച്ച് മതി, പക്ഷെ ആ കുറച്ച് വേണം. അതായത് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ലത് സോലുബോർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതാണ്. SOLUBOR. ഈ സോലുബോർ 1.5 ഗ്രാം, ഒരു 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ഇത് അവൈലബിൾ ആവും. നട്ട് ഓരോ 15 ദിവസത്തിലൊരിക്കലും 1.5 ഗ്രാം സോലുബോർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഫോളിയാർ സ്പ്രേ ആണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോ ഇതൊന്നും ചെയ്തിട്ടേ ഇല്ല, എന്റെ പച്ചക്കറി കുറച്ചായി പക്ഷെ കണ്ടാൽ ഒരു കരുത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 19-19-19 എന്ന് പറയുന്ന രാസവളം മിശ്രിതം. ഇത്തിരി വില കൂടുതലുള്ള സാധനമാണ്. അത് നമുക്ക് 2 മുതൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം പച്ചക്കറികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറികൾ നല്ല കരുത്തോടെ വളരും. അപ്പൊ ന്യൂട്രിയൻസ്, കാരണം നമ്മൾ ഈ പച്ചക്കറി കഴിക്കുന്നത് എന്തിനാണ്? സംരക്ഷിതാഹാരം എന്നുള്ള രീതിയിലാണ് പച്ചക്കറി നമ്മൾ കഴിക്കുന്നത്. ആ സംരക്ഷിതാഹാരത്തിനകത്ത് മെഗ്നീഷ്യം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമ്മളെ ശരീരം പ്രൊട്ടക്റ്റഡ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ പൊട്ടാസ്യം ഉണ്ടായിരിക്കണം. മണ്ണിലില്ലാത്ത മെഗ്നീഷ്യം ഇപ്പൊ നമ്മൾ സാധാരണ ഗതിയിൽ പറയും നേന്ത്രപ്പഴം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കിട്ടും. പക്ഷെ ആ വാഴയിലേക്ക് നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ചേർത്തില്ലെങ്കിൽ വാഴയ്ക്ക് അത് എവിടുന്നും കൊണ്ട് അതിന് കായക്കകത്ത് നിറക്കാൻ പറ്റില്ല. മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. വേരുകൾ അത് വലിച്ചെടുത്താൽ മാത്രമേ ചെടികൾക്ക് അത് അകത്ത് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ അതിനകത്ത് കായയിലേക്ക് അത് എത്തുള്ളൂ. അതാണ് അതിന്റെ ബേസിക് ലോജിക്ക്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്താൽ അല്ലാതെ ചെടിക്ക് വേറെ എവിടെയും പോയി അത് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചെടിക്കകത്ത് ഇത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് ഫുഡ്, സംരക്ഷിതാഹാരം എന്നുള്ള പട്ടികയിൽ പെടുത്തി നമ്മൾ പച്ചക്കറി കഴിക്കുന്നതിനുള്ള പ്രധാന കാരണം.
അപ്പൊ ഈ വളങ്ങൾ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം മത്സ്യവളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ന്യൂട്രിയൻസ് കുറച്ചെങ്കിലും ഒക്കെ അവൈലബിൾ ആക്കാൻ പറ്റും. ബാക്കി നമ്മൾ രാസവളങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ അപ്പൊ ഇതാണ് വിളയെ കുറിച്ചുള്ള അറിവ്. പിന്നെ നമ്മൾ അറിയേണ്ടത് കീടങ്ങളും രോഗങ്ങളും തന്നെയാണ്. കീടങ്ങളും രോഗങ്ങളും തുടക്കം മുതൽ നമ്മളുടെ എതിർ ചേരിയിലുള്ള ആൾക്കാരാണ്, പ്രതിപക്ഷമാണ്. അപ്പൊ അവരെ നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ നമ്മൾ അതിനെ ഒരു പരിധി വരെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീടങ്ങളെ വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ പയർ നട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഏഫിഡ്സ് അല്ലെങ്കിൽ പേൻ അല്ലെങ്കിൽ എന്താ അതിനെ ഏഫിഡ്സ് കറുത്ത ചെറിയ ചെറിയ പ്രാണികൾ നമ്മളെ പയറിനകത്ത് ഉണ്ടാവാറ്. 4 ഇല പരുവാകുമ്പോൾ തന്നെ ഏഫിഡ്സ് പയറിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ചുവന്ന ഉറുമ്പിന്റെ കൂട് പയറിന്റെ പന്തലിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏഫിഡ്സിനെ നിയന്ത്രിക്കാം. പക്ഷെ ഏഫിഡ്സിന്റെ ഒപ്പരം എപ്പോഴും ഒരു കറുത്ത ഉറുമ്പുണ്ടാവും. കറുത്ത ഉറുമ്പ് ഈ ഏഫിഡ്സിന്റെ സ്രവങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊപ്പം നടക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ കറുത്ത ഉറുമ്പ് എന്താ ചെയ്യുക, ബലത്തിൽ ഇവനെ തൊട്ടടുത്ത പയറിലേക്ക് ഇവൻ സ്പ്രെഡ് ചെയ്യിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏഫിഡ്സ് ആ ചെടി മുഴുവൻ വ്യാപിക്കുകയും തൊട്ടടുത്ത ചെടിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ആദ്യം തന്നെ കറുത്ത ഉറുമ്പിനെ മാറ്റിയതിന് ശേഷമായിരിക്കണം ചുവന്ന ഉറുമ്പിനെ അവിടെ കൊണ്ടുവെക്കേണ്ടത്. അപ്പൊ കറുത്ത ഉറുമ്പിനെ നീക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് വെച്ചാൽ പപ്പായയുടെ തണ്ടിന്റെ 2 അറ്റവും മുറിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുഴലായിട്ട് രൂപപ്പെടും. ഇതിന്റെ ഒരു സൈഡിലേക്ക് നമുക്ക് മീനിന്റെ വേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 2ഓ 3ഓ പ്രാവശ്യം ഈ പപ്പായയുടെ തണ്ട് നമുക്ക് തീയിലിട്ട് കഴിഞ്ഞാൽ തന്നെ കറുത്ത ഉറുമ്പിനെ അവിടെ നിന്ന് നീക്കാൻ പറ്റും. എന്നിട്ട് അന്ന് തന്നെ നമുക്ക് ചുവന്ന ഉറുമ്പിന്റെ കൂടെ അവിടെ വെക്കാം. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെഷർ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പയറിൽ ഈ പേൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഡിഷ് വാഷ് 1 മുതൽ 2 മില്ലി വരെ ഡിഷ് വാഷ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം ലെക്കാനി എന്ന് പേരുള്ള മിത്രക്കുമിൾ അല്ലെങ്കിൽ വെർട്ടിസീലിയം ലെക്കാനി എന്നായിരുന്നു അതിന്റെ മുമ്പത്തെ പേര്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യും. ഇലകളിലും കായകളിലും ഒക്കെ തന്നെ ഇതിങ്ങനെ പറ്റി പിടിച്ച് ഇതിന്റെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് അത് പോവാറുണ്ട്. അതുകൊണ്ട് പയർ നടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആളാണ് ഏഫിഡ്സ്. അപ്പൊ ഏഫിഡ്സിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ കൃഷി തുടങ്ങേണ്ടത്. അപ്പൊ പയർ നട്ടിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ലെക്കാനി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വിവേറിയ ബാസിയാന സ്പ്രേ ചെയ്താലും മതി. പക്ഷെ അതിന് തൊട്ട് ഒരു മണിക്കൂർ മുമ്പ് ഒരു ഡിഷ് വാഷ് 1 മുതൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം ബിവേറിയ ബാസിയാന സ്പ്രേ ചെയ്താലും മതി. പിന്നെ ചില ആളുകൾ അതിന്റെ മുകളിൽ കഞ്ഞി വെള്ളത്തിൽ ചാരം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് വെറുതെ തളിച്ചു കൊടുക്കാറുണ്ട്. അതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് പലപ്പോഴായിട്ട് ഓർഗാനിക് കൺട്രോൾ മെഷേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ടൊന്നും നമ്മളെ കീടങ്ങൾ പൂർണ്ണമായും മാറില്ല. പല തവണയായി ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ പച്ചമുളക് നട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ്. വെള്ളീച്ച എന്താ ചെയ്യുക, പച്ചമുളകിന്റെ ഇലയുടെ അടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കും. നീരൂറ്റി കുടിക്കുന്ന സമയത്ത് ഈ വെള്ളീച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഇങ്ങോട്ട് നീരൂറ്റി കുടിക്കുന്നതിനോടൊപ്പം അങ്ങോട്ടേക്ക് വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ പലപ്പോഴും ഈ ഇല കുഞ്ഞായി മാറിയിട്ട് ചെടികൾ കുറ്റിയായി പോകുന്ന ഒരവസ്ഥ, അതായത് പച്ചമുളകിന് ഒരു കുരുടിപ്പ് വന്ന പോലെ ഉണ്ടാവും. വൈറസ് ചെടിയുടെ അകത്തോട്ട് കയറുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു എളുപ്പവിദ്യ എന്ന് പറയുന്നത് ശീമക്കൊന്ന ഇല വെച്ച് പൊതയിടുക എന്നുള്ളതാണ്. അതായത് പച്ചമുളക് നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ 2 സൈഡിലും ശീമക്കൊന്ന ഇല കൊണ്ട് പൊതയിടുക. അതുപോലെ തന്നെ കഴിയുന്നതും സോലുബോർ എല്ലാ 10 ദിവസത്തിലൊരിക്കലും സോലുബോർ 1 ഗ്രാം അതിൽ മാക്സിമം 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാല് മഞ്ഞക്കെണി, അതായത് നമുക്ക് തന്നെ പൈസ കൊടുത്ത് മഞ്ഞക്കെടിയൊന്നും വാങ്ങിക്കുന്നതിന് പകരം ഈ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അതിന് പകരം നമുക്ക് തന്നെ പെയിന്റിന്റെ ഡബ്ബ എല്ലാ ഭാഗത്തും മഞ്ഞ പെയിന്റ് അടിച്ചതിന് ശേഷം പച്ചമുളകിന്റെ ഹൈറ്റിൽ തന്നെ ഇത് നാട്ടി വെക്കുക.
അല്ലെങ്കിൽ നമ്മൾ മഞ്ഞ പ്ലാസ്റ്റിക്കിന് രണ്ട് സൈഡിലും ആവണക്കെണ്ണ പുരട്ടി വെക്കാം, അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടി വെക്കാം. ചിലപ്പോൾ ഈ ആവണക്കെണ്ണയുടെ മണം പലപ്പോഴും വെള്ളീച്ചക്ക് അത്ര വലിയ പത്തിയുള്ള കാര്യമല്ല. ഗ്രീസ് ആകുമ്പോൾ വിലക്കുറവാണ്. പക്ഷെ എല്ലാ സൺഡേയ്സും നമ്മൾ തുടച്ചതിന് ശേഷം ഒന്നും കൂടി പുരട്ടി വെക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളീച്ച മാത്രമല്ല, ഒരുപാട് സക്കിംഗ് പെസ്റ്റിനെ ആ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ പച്ചക്കറി എന്ന് പറയുമ്പോൾ ചീരയിൽ കാണുന്ന ഇലപ്പുള്ളി, നേരത്തെ നമ്മൾ ചീര വിത്ത് സൂഡോമോണാസിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. സൂഡോമോണാസ് ലായനിയിൽ ചീരയുടെ വേര് മുക്കി വെച്ചു. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ 15 ദിവസം അല്ലെ മാക്സിമം ഒരു 10 ദിവസം മുതൽ 15 ദിവസത്തെ ആ ഗ്യാപ്പിനിടയിൽ സൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചീരയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഇലപ്പുള്ളിയെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പൊ സൂഡോമോണാസ് ചേർക്കുന്ന സമയത്ത് ആ സ്പ്രേ ചെയ്യുമ്പോൾ 20 ഗ്രാം സൂഡോമോണാസ് ഒരു 100 മില്ലി കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ മോര്, ബാക്കി പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താലുള്ള ഗുണം നമ്മളുടെ ഇതിന്റെ എഫിഷ്യൻസി, അതായത് സൂഡോമോണാസിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. സൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആന്റിബയോട്ടിക്സ് പുറത്തേക്ക് വിടും. ആ ആന്റിബയോട്ടിക്സ് ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളെ നശിപ്പിക്കും. അതുകൂടാതെ ഈ സൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന സാധനം, അതേപോലെ കൈറ്റിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള സൂഡോമോണാസ് ഒക്കെ ആവുമ്പോഴത്തേക്കും രോഗകാരികളായ കുമിളുകളുടെ സെൽ വോൾ പൊട്ടിക്കും. കോശഭിത്തി ബ്രേക്ക് ചെയ്തിട്ടാകുമ്പോഴത്തേക്കും രോഗം വരാനുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ സൂഡോമോണാസ് ഫ്ലൂറസെൻസ് ഉണ്ടാക്കുന്ന സെഡറോഫോർ എന്ന് പറയുന്ന കെമിക്കൽ, ആ കെമിക്കൽ എന്താ ചെയ്യുക, ഈ രോഗകാരികളുടെ ഏറ്റവും ഇഷ്ടഭക്ഷണമായ ഇരുമ്പ് കഴിക്കാൻ അതിനെ അനുവദിക്കില്ല. അങ്ങനെ വരുമ്പോഴും രോഗകാരികൾ നശിക്കും. അങ്ങനെ പല പിന്നെ ഇതിന്റെ സൂഡോമോണാസ് ഒരുപാട് ഹോർമോൺസ് പുറത്തേക്ക് വിടും. ഇൻഡോബ്യൂട്രിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ഹോർമോൺ, നാഫ്തലിൻ അസിറ്റിക് ആസിഡ്, ഇതൊക്കെ പുറത്തു വിടുമ്പോഴത്തേക്കും ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ കായ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പക്ഷെ സൂഡോമോണാസ് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. ഒരിക്കലും പ്രൈവറ്റ് ഏജൻസിയുടെ അടുത്ത് നിന്ന് സൂഡോമോണാസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാർഷിക സർവകലാശാല കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ തൃശ്ശൂരുള്ള ബയോ കൺട്രോൾ ലാബ്, നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട എക്കോ ഷോപ്പുകൾ, ഇവിടെ നിങ്ങളിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി എൻഹാൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സൂഡോമോണാസ് വാങ്ങിക്കാൻ പറ്റും. കാരണം അതൊരു ജീവനുള്ളൊരു വസ്തുവാണ്. പിന്നെ നമുക്ക് നമ്മളുടെ പച്ചക്കറിയിൽ എപ്പോഴും രോഗങ്ങളെ വിട്ടിട്ടുള്ള ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ ജൈവവളങ്ങൾ ചേർക്കുന്ന സമയത്ത് അത് ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 100 കിലോഗ്രാം നന്നായി ഉണങ്ങി പൊടിഞ്ഞ കാലിവളം നന്നായി പൊടിച്ചെടുക്കുക, ഒരു പുട്ടിന്റെ നനവിൽ മിക്സ് ചെയ്യാം. നല്ല വേപ്പിൻ പിണ്ണാക്ക്, അതായത് ഉപ്പിന്റെ അംശം തീരെ ഇല്ലാത്ത വേപ്പിൻ പിണ്ണാക്ക് കിട്ടുമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അത് 10 കിലോ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 കിലോ ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് വെക്കുക, നനഞ്ഞ ചണച്ചാക്കൊണ്ട് മൂടി വെക്കുക. ഏകദേശം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പുട്ടിന്റെ നനവിൽ മിക്സ് ചെയ്യാം, നനഞ്ഞ ചണച്ചാക്കൊണ്ട് മൂടി വെക്കാം. ഇങ്ങനെ നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ കിട്ടുന്ന സാധനമാണ് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം. ഇത് നമുക്ക് എല്ലാ ആഴ്ചയും വേണമെങ്കിൽ ചെടിക്ക് ഇട്ട് കൊടുക്കാം. രോഗങ്ങൾ വരുന്നത് തടയാൻ ഇതുവഴി സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഉമിച്ചാരം പച്ചക്കറികളിൽ നമ്മൾ രാവിലെ ഈ തണുപ്പില്ല, ഈ സമയത്ത് തന്നെ രാത്രി നല്ല തണുപ്പാണ്. അപ്പൊ ആ മഞ്ഞുതുള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി നമ്മൾ ഉമിച്ചാരം വെറുതെ വെതറി കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ അതായത് കീടങ്ങളെ നിയന്ത്രിക്കാൻ അത് സഹായിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിത്രകീടം എന്ന് പറയുന്ന കീടം സാധാരണഗതിയിൽ മുമ്പ് തക്കാളിയിലോ പയറിലൊക്കെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികളിലും ചിത്രം വരച്ച പോലത്തെ പാട് കാണാം. സർപ്പനൈൻ ലീഫ് മൈനർ അല്ലെങ്കിൽ ചിത്രകീടം എന്നാണ് അതിന്റെ പേര്. ഇത് രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ആക്ടിവിറ്റി തുടങ്ങുക. അപ്പൊ ആ സമയത്ത് തന്നെ വേപ്പെണ്ണ എമൽഷൻ സയന്റിഫിക് ആയിട്ട് ഉണ്ടാക്കുന്നതിന് പകരം നമ്മളൊരു വാട്ടർ ബോട്ടിലിനകത്ത്, 1 ലിറ്റർ വാട്ടർ ബോട്ടിലിനകത്ത് ഒരു 3 മില്ലി വേപ്പെണ്ണയും 2 മില്ലി ഷാമ്പുവും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി കുലുക്കി യോജിപ്പിച്ചിട്ട് രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയിൽ തന്നെ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ചിത്രകീടം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലയുടെ സ്കിന്നിനകത്ത് കയറിയിട്ട് ഹരിതകം മുഴുവനും കാർന്നു തിന്നും.
അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ആ സ്പേസ് മുഴുവൻ ഒരു ചിത്രം വരച്ച പോലെ കാണുന്നത്. ചിത്രകീടം ഫലത്തിൽ നമ്മൾ കാണുമ്പോൾ വലിയ പെസ്റ്റ് എല്ലാം തോന്നും, പക്ഷെ അതൊരു ഹരിതകം കുറയുമ്പോഴത്തേക്കും ചെടിയുടെ ഉൽപാദനം കുറയും. പിന്നെ വരുന്നത് തക്കാളി, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയുടെ വാട്ടരോഗം. കാരണം നിന്ന നിപ്പില് ചെടി മൊത്തത്തിൽ അങ്ങ് വാടിപ്പോകുന്ന ഒരു പ്രശ്നം സാധാരണഗതിയിൽ ഈ വഴുതിന വർഗ്ഗ വിളകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒരു ഗ്രോ ബാഗിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വഴുതിന വർഗ്ഗ വിളകൾ കണ്ടിന്യൂസ് ആയി ചെയ്യാതിരിക്കുക. ഒരു പ്രാവശ്യം തക്കാളി നട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവിടെ പയറ് അല്ലെങ്കിൽ വെണ്ട അങ്ങനെ നടുക. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മള് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ, അതായത് പല പല വിളകൾ മാറി മാറി കൃഷി ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കുടുംബക്കാരെ കയറ്റാതിരിക്കുക. അതായത് തക്കാളി നട്ടതിന് തൊട്ടടുത്ത വരിയിൽ വഴുതിന, അതിന്റെ തൊട്ടടുത്ത വഴിയിൽ പച്ചമുളകൊക്കെ നട്ട് കഴിഞ്ഞാൽ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൃഷിയെ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വാട്ടരോഗം ഒന്നിന് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നിലനിർത്തുന്നതിന് പകരം അത് പറിച്ചെടുത്തിട്ട് കത്തിച്ചു കളയുക. ബാക്കി എല്ലാ സ്ഥലത്തേക്കും നമ്മളുടെ ബ്ലീച്ചിങ് പൗഡർ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സുഡമോണാസ് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വഴുതിനയുടെ വാട്ടരോഗത്തെ അല്ലെങ്കിൽ വഴുതിനവർഗ്ഗ വിളകളിലെ വാട്ടരോഗത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ സമയത്ത് കൂടുതലായിട്ട് എല്ലായിടത്തും തക്കാളി കാണാറുണ്ട്. തക്കാളിയിൽ പൂക്കാറുണ്ട്, കായ്ക്കാറില്ല എന്നുള്ളൊരു പ്രശ്നം സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്. അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ നമ്മൾ നനച്ചു കൊടുക്കുന്ന അവസരത്തിൽ തക്കാളി ചെടിയെ നന്നായി കുളിപ്പിച്ചെടുക്കുക. അതായത് ആ ചെടിയുടെ മുകളിലേക്ക് കൂടി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റിഗ്മ നന്നായിട്ട് റിസപ്റ്റീവ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പൂക്കൾ കായാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പച്ചക്കറിയിൽ ഉണ്ടാവുന്ന കീടങ്ങളും രോഗങ്ങളും. ഇതിൽ കൂടുതലായിട്ട് കാണുന്നതും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളെ ഈ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ അതൊരു ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വേര് പടലം പറിച്ചു മാറ്റുന്നതിന് പകരം ആ ഗ്രോ ബാഗിൽ തന്നെ അല്ലെങ്കിൽ മണ്ണിൽ തന്നെ കിളച്ച് ഇടുകയാണെങ്കിൽ കീടബാധ നമുക്ക് കുറക്കാൻ പറ്റും. അതിനകത്തുള്ള ചില കെമിക്കൽസ് കീടങ്ങളെ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. ഈ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയിട്ടുള്ള പച്ചക്കറി നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിന്റെ പുളിരസം മാക്സിമം കളഞ്ഞിട്ടായിരിക്കണം പച്ചക്കറി ക്യാബേജും കോളിഫ്ലവർ ഒക്കെ നടേണ്ടത്. അതിനകത്ത് pH അപ്രോക്സിമേറ്റ്ലി 7 കിട്ടത്തക്ക രീതിയിൽ ഒരു ഗ്രോ ബാഗിലേക്ക് 100 ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം നിർബന്ധമായും ചേർത്തിരിക്കണം. അല്ലാതെ നമ്മൾ കൂൾ സീസൺ വെജിറ്റബിൾസ് നടുന്ന സമയത്ത് പുളിരസമുള്ള മണ്ണ് അവർക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായും നമ്മൾ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില ഉണ്ടായിരിക്കും. അതൊരിപ്പോൾ ഇനിയിപ്പം നോർത്തിൽ പോയാലും എവിടെ പോയാലും അവർ കറിവേപ്പില വളർത്തും. പക്ഷെ കറിവേപ്പില നടുന്ന സമയത്ത് കറിവേപ്പിലയുടെ ഏറ്റവും നിർബന്ധമായും കറിവേപ്പിലക്ക് കൊടുക്കേണ്ട ഒന്നാണ് കാൽഷ്യം. കാരണം കറിവേപ്പിലയുടെ ഇലയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന സാധനം കാൽഷ്യമാണ്. കാൽഷ്യം കിട്ടാൻ വേണ്ടി നമ്മൾക്ക് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ നിർബന്ധമായും നമ്മുടെ കറിവേപ്പില കൊടുക്കണം. അത് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാറില്ല. കാൽഷ്യം ഇല്ലാതെ വരുമ്പോഴാണ് കറിവേപ്പിലയുള്ള സെൽ വോൾ, കോശഭിത്തി എന്ന് പറയുന്ന സംഭവം വളരെ വീക്കായിട്ട് മാറുകയും കീടബാധയും രോഗബാധയും ഒക്കെ തന്നെ കൂടുതലായിട്ട് കറിവേപ്പില കാണാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിർബന്ധമായും നമ്മൾ വളർത്തേണ്ട ഒന്നാണ് മുരിങ്ങ. നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഒരു അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായി നമ്മളെ മുറ്റത്ത് നിന്ന് പച്ചക്കറി കിട്ടണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങ. അതുപോലെ തന്നെ പപ്പായ, വഴുതിന, കറിവേപ്പ്, ഇതൊക്കെ അകത്തിച്ചീര, ഇതൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോഴും നമുക്ക് സെൽഫ് സഫീഷ്യന്റ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 9 മണിയായി, ഇപ്പോൾ ക്ലാസ് തീരാറായത് കൊണ്ടാണ് പറയുന്നത്. താങ്ക് യു വീണ റാണി, വളരെ നന്നായിരുന്നു. ഇത്രയും ഒരൊറ്റ ശ്വാസത്തിൽ 8:05 തൊട്ടിട്ട് ഇതുവരെ ഇങ്ങനെ സംസാരിച്ച് വളരെ അടുക്കും ചിട്ടയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവാറ്. ആർക്കെങ്കിലും അത്യാവശ്യം സംശയം ഉണ്ടെങ്കിൽ 1-2 സംശയം ചോദിക്കാം, ഇല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ നമുക്ക് സംശയം നോക്കാം. അക്ക പറഞ്ഞത് മുഴുവൻ ഈ അടുക്കളത്തോട്ടത്തിന് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ്. ഇത് റെക്കോർഡ് ചെയ്തത് ഭാഗ്യമായിട്ട് തോന്നുന്നു എനിക്ക്. കാരണം ഇത് പിന്നെ എനിക്ക് കേട്ടാൽ മാത്രമേ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിൽ വരുള്ളൂ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അക്ക വളരെ നന്ദി ഇതിങ്ങനെ പറഞ്ഞു തന്നത്.
എന്റെ യൂട്യൂബ് ചാനലുണ്ട്, നമുക്കും കൃഷി ചെയ്യാന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഞാൻ ഏകദേശം 1000 വീഡിയോസ് ഇത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പലതരത്തിലുള്ള അടുക്കളത്തോട്ടമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു 1000-ലധികം വീഡിയോസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്തില്ല. അവിടെ ധൈര്യമായിട്ട് കാണാം. ഇനി അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അന്നേരം അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ 19 എന്നുള്ള വളം നമ്മൾ സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇങ്ങനെയുള്ള വളം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോ അതിന്റെ ഈ വളങ്ങൾ ഈ വേരിലേക്ക് മാത്രമല്ലേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ, അല്ല ഇലകളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുമോ? അല്ല, 19-19-19 എന്ന് പറഞ്ഞാൽ ഫോളിയാർ സ്പ്രേ ആണ്. അതായത് ഇലകളിലൂടെ കൊടുക്കാനാണ്. വില കൂടിയ സാധനമാണ്. ഒരു 1/2 കിലോന്റെ പാക്കറ്റ് വാങ്ങിയാൽ മതി. എന്നിട്ട് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലാണ്. ഫോളിയാർ ആണ് സ്പ്രേ. അതൊരിക്കലും മണ്ണിലിടേണ്ട സാധനമല്ല. 19-19-19-20-20-20 തന്നെ വില കൂടിയ രാസവളങ്ങളാണ്. പക്ഷെ അത് ഫോളിയാർ സ്പ്രേ ഇലയിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇലയിലെ കൂടി അത് ആഗിരണം ചെയ്ത് അകത്തേക്ക് പോകും. ഫുള്ളി സോല്യൂബിൾ ആയിട്ടുള്ള സാധനം. നല്ല നമ്മള് ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് ഈ ചാണകം അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇതുമാതിരിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതുമാതിരി ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷ് വളം ചേർക്കുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകില്ലേ? ഇല്ല അല്ലേ? അല്ല, ജൈവവളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേർക്കുമ്പം എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ജൈവവളം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് പറ്റൂല. അത് കൊടുക്കാൻ പറ്റാത്ത എന്ന് വെച്ചാൽ അതിന് ഭയങ്കര വില കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളെ ആവശ്യത്തിന് നമുക്ക് ലഭ്യമാവുകയില്ല. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ സ്വന്തമായ ഒരു മണ്ണിന്റെ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. 100 കിലോഗ്രാം ജൈവവളം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതായത് മണ്ണിലില്ലാത്ത സാധനം ചെടിക്ക് വേണം. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് കീടങ്ങൾ രോഗങ്ങൾ കൂടുന്നത്. അപ്പൊ അത് കൊടുക്കാനുള്ള വഴി എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വളങ്ങൾ പറഞ്ഞത്. ഹരിയമ്മക്ക വളരെ വളരെ നന്നായിരുന്നു. ഞാനിവിടെ US-ലാണ്. അപ്പൊ അക്ക പറയുന്ന അതിന്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. അതില് ഇവിടെ എന്താ കിട്ടുന്നത്, അതെനിക്കൊരു എക്സ്പ്ലോറേഷൻ നടത്തണം. ഇവിടെ എന്താ കിട്ടുന്നത് അക്ക പറയുന്ന പല കാര്യങ്ങളും എൻ്റെ ചെറിയ കൃഷിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ചെടി അങ്ങനെയും പോകും, ഉണങ്ങിപ്പോകും. ഈ മണ്ണിന്റെ കുഴപ്പമാണ്. കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് ഒരുപാട് അങ്ങനെ സംഭവിച്ചു എനിക്ക്, ചെടി വാങ്ങിച്ചു വെച്ചിട്ടും. അപ്പോ ഈ മണ്ണിന്റെ കുഴപ്പം, പിന്നെ ഈ കീടങ്ങള്, ഈ കാറ്റർപില്ലർ എന്നൊക്കെ പറഞ്ഞ പുഴുക്കൾ വരില്ലേ നിറയെ, അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ഇതൊക്കെ ഈ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഒക്കെ പറഞ്ഞ് വളരെ വാസ്തവമാണ്. വളരെ വളരെ നന്ദി ഉണ്ടാക്ക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നി ഈ കുറച്ച് സമയത്തില്. വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക്സ് അക്ക. താങ്ക്സ് സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് രാധാകൃഷ്ണൻ സാർ പറഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കാൻ ഇരിക്കുന്നത് തെറ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഒരു ക്ലാസ് എടുത്തത്. ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാ പോയിന്റ്സ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, എന്റെ ചാനൽ നിങ്ങൾക്ക് ഇടക്ക് നോക്കാം. ഞാൻ ചെറിയ 3 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. കുഞ്ഞു വീഡിയോസ്, അതായത് പെസ്റ്റ് അറ്റാക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, പെസ്റ്റ് ആൻഡ് ഡിസീസ്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തീരും. കുറെ നേരം തന്നെ സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, നമുക്ക് ഒരു ദിവസം സംശയ നിവാരണത്തിന് മാത്രമായിട്ട് വന്നോട്ടെ. പിന്നെ എന്തായാലും ചെയ്യാം. അടുത്ത ആഴ്ച മറ്റോ നോക്കാം. അതെ, ഒരു ദിവസം കൂടി അക്ക തീർച്ചയായിട്ടും പറയണം. കാരണം ഇപ്പൊ 9 മണിയായി. അതുകൊണ്ട് പലരും സംശയം ചോദിച്ചാൽ പിന്നെയും നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് നമുക്ക് എന്നാ പറ്റാമെങ്കിൽ ഒന്ന് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്യും. അപ്പൊ ഒരു ദിവസം കൂടി ഒന്ന് വന്ന് സംശയങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ നമുക്ക് ഇപ്പൊ നിർത്താം. നമ്പർ ഒന്ന് ഇടണേ അക്ക ഗ്രൂപ്പില്. അണ്ണാ രാധാകൃഷ്ണൻ നമ്പർ ഇടാം.